ഇനി നമ്മൾ അടുത്തത് GDP കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ഡിഫറെന്റ് ടെക്നിക്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഗൈൻ വൈ വി ആർ യൂസിങ് 3 ഡിഫറെന്റ് റൂട്ട്സ്. 3 റൂട്ടിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ആവറേജ് ആയിരിക്കും നമ്മുടെ ഫൈനൽ GDP എന്ന് പറയുന്നത്. ഇപ്പൊ GDP നെ കുറിച്ചുള്ള ഒരു ബേസിക് എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് CSO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കീഴിലുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന GDP എന്ന് പറയുന്ന ഈ കമ്പോണന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി വിൽ യൂസ് 3 different methods to calculate GDP. What are they? First one, output or product method. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും, ഒരു ഫാക്ടറീസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഉപയോഗിച്ച് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള GDP കാൽക്കുലേഷനാ? പ്രൊഡ്യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാൽക്കുലേഷനാണ്. അടുത്തത് വായിച്ചു നോക്കിയേ, ഇൻകം മെത്തഡ്. ഒരു എക്കണോമിയിൽ 4 തരത്തിലാണ് ഇൻകം അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം വരിക. ഏതൊക്കെയാണ് ടെക്നിക്ക്? ഫാക്ടർ ഇൻകം വരുന്നത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാ. വാട്ട് ആർ ദേ? ലാൻഡ്, ക്യാപിറ്റൽ, ലേബർ, എന്റർപ്രണർഷിപ്പ്, അല്ലെ? ഇപ്പൊ ഈ ഓരോ സർവീസസിനും എന്ത് കറസ്പോണ്ടിങ് ഇൻകം ഉണ്ട്. ഇപ്പൊ ഫാക്ടർ ഇൻകത്തിനെ ബേസ് ചെയ്ത് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പേര് പറയാ? ഇൻകം മെത്തഡ്. അപ്പൊ നമുക്കറിയാം, നമുക്കൊക്കെ ഈ ഫാക്ടർ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുവോ? എന്ത് ചെയ്യും? എന്തേലൊക്കെ വാങ്ങാൻ നമ്മൾ ചെലവാക്കും. അപ്പൊ നമ്മളത് ചെലവാക്കുന്നതിന് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന രീതി ഉപയോഗിച്ചിട്ട് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തഡ്. ഈ 3ലും ചെയ്യുന്നത് GDP ആ. പക്ഷെ 3 സോഴ്സിൽ നിന്നല്ലേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 രീതിയല്ലേ? എപ്പോഴും ഇത് മനസ്സിലാക്കാം. ഔട്ട്പുട്ടിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു ബിസിനസ്സുകാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ എക്കണോമിയിൽ വിൽക്കുന്നുള്ളൂ. ശരിയാണോ പറയുന്നത്? സത്യത്തിൽ ഇതെല്ലാം ഒരേ ഉത്തരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ബിസിനസ്സുകാരൻ വിൽക്കുന്നതാണ്, നിങ്ങൾ വാങ്ങുന്നുള്ളൂ. ശരിയാണോ? ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാക്കിയ എക്കണോമിയിൽ വിൽക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി ഈ പ്രൊഡക്റ്റ് മെത്തഡിലൂടെ GDP കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങൾ എക്സ്പെൻഡിച്ചറിലൂടെ കാൽക്കുലേറ്റ് ചെയ്താലും സെയിം അല്ലേ? ബിസിനസ്സിൽ എപ്പോഴാ പ്രൊഡക്ഷൻ നടക്കുക? ഞാൻ അവർക്ക് ഫാക്ടർ സർവീസസ് കൊടുക്കുമ്പോൾ, ശരിയല്ലേ? ഞാൻ ഫാക്ടർ സർവീസ് കൊടുത്താലല്ലേ അവിടെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പൊ എനിക്ക് അവർ തരുന്ന ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് തന്നെയല്ലേ ഈ പറയുന്ന പ്രൊഡക്ഷനിലൂടെ കണ്ടുപിടിച്ചാലും അൾട്ടിമേറ്റ്ലി all the 3 methods are giving the same result. പക്ഷെ we are calculating from different perspective. For example, the first technique we are calculating by conducting survey in organizations. ശരിയാണോ? Organization. The third one we are conducting on household surveys. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിലെ വരുമാനം ചെലവാക്കുന്നത്? നമ്മൾ സർവേ നടത്തുന്നത് പല കാറ്റഗറി ഓഫ് ഗ്രൂപ്പ്സിലല്ലേ? പല ടെക്നിക്കിലൂടെ കണ്ടുപിടിക്കുമ്പോൾ ട്രാൻസ്പാരൻസി ഓർ ക്വാളിറ്റി ഡാറ്റ വിൽ ഇംപ്രൂവ്. ഇതുവരെ ഓക്കെ ആണോ? നമുക്ക് ഓരോ ടെക്നിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എല്ലാം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി നമുക്കില്ല. തരുന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. കാരണം ചോദ്യം കാണുമ്പോൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നവർക്കാണ് ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബൈഹാർട്ട് പഠിച്ച ഒരുത്തനും UPSC ഒരിക്കലും ക്ലിയർ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം പറയാം, മനസ്സിലാക്കി പഠിക്കുക. ഇത് എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഔട്ട്പുട്ട് മെത്തഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന GDP എന്ന് പറഞ്ഞാൽ എന്താ? GDPയുടെ ഡെഫിനേഷനിൽ കണ്ടു, ഇറ്റ് ഈസ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ എക്കണോമി. ഇപ്പൊ എന്താണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തഡിൽ അവർ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവര് പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യാണ്, അല്ലെ? ഇപ്പൊ ടോട്ടൽ എത്ര പ്രൊഡക്റ്റ് ഫോം ചെയ്തു, അതിനെ ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത GDP. എക്സാമ്പിൾ തരാല കയ്യോടെ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു എക്കണോമിയുടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുക. ഇന്ത്യയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3 പ്രൊഡക്റ്റ്. നോക്കിയേ, വീറ്റ്, ഓക്കെ ആണല്ലോ, ഒരു കാറ്, ഒരു ക്ലോത്ത്. ഏറ്റവും സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. 3 പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ല? അതിൽ വീറ്റിന്റെ വില എന്ന് പറയുന്നത് ₹10/kg ആണ്. ഒരു കാറിന്റെ വില എന്ന് പറയുന്നത് ₹100 ആണ്. ഒരു ക്ലോത്തിന്റെ വില എന്ന് പറയുന്നത് ₹5 ആണ്. ഇതുവരെ ഓക്കെ ആണോ? ഇനി ഇന്ത്യയിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആകെ 5 കിലോ വീറ്റ് ആണ്, 4 കാറാണ്, 10 ക്ലോത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി GDP ഓഫ് ഇന്ത്യ?
GDP എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഔട്ട്പുട്ട് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് അല്ലെ. ഇപ്പൊ വീറ്റ് എന്ന് പറയുന്ന ആള് ടോട്ടൽ എത്ര മാർക്കറ്റ് വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 5 കിലോ, 1 കിലോന് 10, 50. 4 കാറ്, ഒരു കാറിന്റെ വില 100 രൂപ. 100 × 4 10 ക്ലോത്ത്, ഒരു ക്ലോത്തിന്റെ വില. ഇന്ത്യയുടെ GDP എത്ര? 3 വെക്കുമ്പോ എന്താ പണി എളുപ്പല്ലേ? ഇന്ത്യയിലുള്ള എല്ലാ പ്രൊഡക്ഷനും ഇതുപോലെ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? കോംപ്ലക്സ് അല്ലേ? എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അത് എത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ ഗുഡ്സും സർവീസസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. 3 പ്രൊഡക്റ്റ് തന്നപ്പോഴല്ലേ എളുപ്പം. ഞാനിതിൽ ഓരോ പ്രൊഡക്റ്റിന്റെ എണ്ണം ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ഒന്ന് കണ്ടുപിടിച്ചേ. ഇപ്പൊ തന്നെ ബുദ്ധിമുട്ടായില്ലേ? നടക്കില്ലല്ലോ. അത്രേ ഉള്ളൂ കഥ എന്ന് പറയുന്നത്. കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാ, കുറെ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ആ എറേഴ്സ് ഒഴിവാക്കാനാണ് നമ്മൾ എപ്പോഴും മൾട്ടിപ്പിൾ ചാനൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ പരിപാടി? ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻകം മെത്തഡ്. അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുക കേട്ടോ. സിംപ്ലി പറയുകയാണെങ്കിൽ എന്താ? ഒരു എക്കണോമിയിൽ റിസീവ് ചെയ്യുന്ന എല്ലാ ഫാക്ടർ ഇൻകത്തിന്റെ ടോട്ടൽ അല്ലെങ്കിൽ സമ്മിനെ നമ്മൾ GDP എന്ന് പറയും. ഏത് ടെക്നിക്കിലൂടെ? ഇൻകം മെത്തഡിലൂടെ. എക്സ്പെൻഡിച്ചർ മെത്തഡ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു എക്കണോമിയിൽ പലതരത്തിലുള്ള ആളുകൾ ചെലവുകൾ ചെയ്യും. ആരൊക്കെ? നമ്മളെ പോലെയുള്ള ഹൗസ് ഹോൾഡ്സ് ചെയ്യുന്നതിനെ കൺസ്യൂമർ സ്പെൻഡിങ് എന്ന് പറയും. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടുന്ന എല്ലാ വരുമാനവും നമ്മൾ ചെലവഴിക്കുമോ? ഇല്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്കപ്പ് ഉണ്ടാവും അല്ലെ? നമുക്ക് 10,000 രൂപയാണ് ഇൻകം എങ്കിൽ നമ്മൾ 8,000 രൂപ ചിലവഴിച്ച് ബാക്കി 2,000 രൂപ നമ്മുടെ കയ്യിൽ വെക്കും. അതിനെന്തെന്ന് പേര് വിളിക്കുക? സേവിങ്സ്. ആ സേവിങ്സ് ഏതെങ്കിലും ഫോർമൽ ചാനലിൽ കൊണ്ടുപോയി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് എന്തെങ്കിലും പേര് വിളിക്കും? ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, ഹൗസ് ഹോൾഡിന്റെ കയ്യിലെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? C+I ആണ് അല്ലെ? നമ്മൾ മാത്രമല്ലല്ലോ എക്കണോമിയിലുള്ള കൺസ്യൂമർ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഒരു കൺസ്യൂമർ അല്ലേ? നമ്മളെ തന്നെ ഗവൺമെന്റുകളും പല പ്രൊഡക്റ്റുകൾ വാങ്ങുന്നുണ്ട് എക്കണോമിയിൽ നിന്ന്. അപ്പൊ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് G. അതിന് പുറമെ എന്താ? ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി ഇന്ത്യക്ക് ഉള്ളിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടും വരുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്തേക്ക് എന്ത് പോകുന്നുണ്ട്? എക്സ്പോർട്ടും പോകുന്നുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തു. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളും നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? വായിച്ചു നോക്കിയേ. C+I+G+X-M. നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ് കേട്ടോ, X-M. ഈ ഒരു ടെക്നിക്കിലൂടെ കണ്ടുപിടിക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തഡ്. ഫൈനലി വി ക്യാൻ അസ്യൂം ദാറ്റ് whether it is output method or income method or expenditure method, everything would be same. എല്ലാം എന്തുതന്നെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ പറഞ്ഞ ഡിസ്കഷനിൽ GDP കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു അക്യുറേറ്റ് കാൽക്കുലേഷൻ ഓഫ് എക്കണോമി ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, GDP കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ടേമുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സർവീസസ് അവിടെ എക്സ്ക്ലൂഡഡ് ആയിട്ട് പോകുന്നുണ്ട്. വാട്ട് ആർ ദി സർവീസസ് ഓർ ഗുഡ്സ് വിച്ച് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദി കാൽക്കുലേഷൻ ഓഫ് GDP? ഇത് എവിടെ ചോദിക്കും? പ്രിലിമിനറിക്ക് ചോദിക്കാം. സെറ്റ് ഓഫ് ഐറ്റംസ് തന്നില്ല, ഏതെല്ലാമാണ് GDP കാൽക്കുലേഷനിൽ ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്ന് നമുക്കൊരു ചോദ്യം വരാം. ഓക്കെ ആണല്ലോ? ഓരോ ടോപ്പിക്കും ഓരോ പൊട്ടൻഷ്യൽ പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സർവീസസ് ഓഫ് ദി ഹൗസ് വൈഫ്. നമ്മുടെ വീടുകളിൽ അമ്മമാര് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ആരും എന്ത് കൊടുക്കുന്നില്ല? റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കുന്നു. ആക്ച്വലി ദേ ആർ ഡൂയിങ് ഇമ്മൻസ് എമൗണ്ട് ഓഫ് വർക്ക്. ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ആ വർക്കൊന്ന് എന്തില്ല? പേയ്മെന്റ് അല്ലെങ്കിൽ സാലറി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇതിന്റെ ഭാഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല, GDPയുടെ ഭാഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ IAS അബ്ബി വന്ന് ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന് പുറത്താണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഐ ആം നോട്ട് റിസീവിങ് എ സിംഗിൾ പെനി ഫ്രം ദി IAS. ദെൻ ഇറ്റ് വോണ്ട് ബി പാർട്ട് ഓഫ് GDP. ഞാൻ അതിനൊരു റെമ്യൂണറേഷൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് എന്തിന്റെ പാർട്ടാവുള്ളൂ? GDPയുടെ പാർട്ടാവുള്ളൂ. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ബ്ലാക്ക് മണി.
ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സോഴ്സുകളിൽ കാണിക്കാതെ ആളുകൾ ഉപയോഗിക്കുന്ന മണീനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാ, ബ്ലാക്ക് മണി എന്ന് പറയാം. ഗവൺമെന്റ് സോഴ്സിലേക്ക് വരുമ്പോഴാണ് അതൊരു ഫോർമൽ ചാനലിലേക്കും കാൽക്കുലേഷനിലേക്കും എത്തുള്ളൂ. അപ്പോഴാണ് അത് എന്തിന്റെ ഭാഗമാവുള്ളൂ, GDPയുടെ ഭാഗമാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, വെനെവർ വി ആർ ബൈയിങ് എ ലാൻഡ്, ഒരു ലാൻഡ് വാങ്ങുന്ന സമയത്ത് അതിന്റെ ആക്ച്വൽ പ്രൈസ് 40 ലക്ഷമാണെങ്കിൽ നമ്മൾ പലപ്പോഴും, നമ്മളല്ല പല ആളുകളും എന്ത് ചെയ്യും, ആ 40 ലക്ഷത്തിന് 20 ലക്ഷമാണ് വാല്യൂ എന്ന് ഡോക്യുമെന്റ് കാണിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി അതിനനുസരിച്ച് മാത്രം അടയ്ക്കും അല്ലെ. ബാക്കി 20 ലക്ഷം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡോക്യുമെന്റേഷനിൽ വരുന്നുണ്ടോ? GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിറ്റ സ്ഥലം എത്ര ലാൻഡ് എന്ന് പറയുന്നത് എന്താ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. 20 ലക്ഷത്തിന്റെ ലാൻഡ് എന്ന് പറയുന്നതാണ് ഇവിടെ വരുള്ളൂ, GDPയിൽ വരുള്ളൂ. ബാക്കി 20 ലക്ഷം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ബ്ലാക്ക് മണി ഈസ് നോട്ട് പാർട്ട് ഓഫ് GDP. തേർഡ് വൺ, ട്രാൻസ്ഫർ പേയ്മെന്റ്. എന്താന്ന് പറഞ്ഞത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗവൺമെന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് തന്നത് കൊണ്ട് ഗവൺമെന്റിന് തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ഒരു എക്സ് എന്ന് പറയുന്ന ഒരാള് Y എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് കൊടുക്കാണ്, കാശ് അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കാണ്. പേയ്മെന്റ് കൊടുക്കുന്നതിന് ഇൻ റിട്ടേൺ ഗുഡ്സോ സർവീസസോ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ട്രാൻസ്ഫർ പേയ്മെന്റ്. വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താണ് ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ, ഒരാൾക്ക് നമ്മൾ ഒരു പേയ്മെന്റ് കൊടുത്തു, ആ കൊടുത്ത പേയ്മെന്റിന് ഇൻ റിട്ടേൺ ഗുഡ്സോ സർവീസസോ ഒന്നും നമുക്ക് റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. സെക്കൻഡ് വൺ, ഗ്രാന്റ്. ഗ്രാന്റ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്രാന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് ഫോറിൻ ഗവൺമെന്റുകൾ ഇന്ത്യക്ക് ഗ്രാന്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ നിർബന്ധിതരമല്ലാത്ത ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയുക, ഗ്രാന്റ്. ഫോർ എക്സാമ്പിൾ, സൗദി അറേബ്യ ഇന്ത്യക്ക് ഗ്രാന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന കാശ് ഇന്ത്യക്ക് വെറുതെ കൊടുക്കുന്നതാ, ഭാവിയിൽ തിരിച്ചു വേണമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. മറിച്ച് ലോൺ ആണെങ്കിലോ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ വി ഹാവ് ടു റീപേ അല്ലെ. അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അതൊരു ഒബ്ലിഗേഷനാ. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഒബ്ലിഗേഷൻ ഇല്ലാത്ത തരം പേയ്മെന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്രാൻസ്ഫർ പേയ്മെന്റ്. അടുത്ത എക്സാമ്പിൾ, ഓൾഡ് ഏജ് പെൻഷൻ. ഒരു പ്രായമായ ആൾക്ക് ഗവൺമെന്റ് ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നു. തിരിച്ച് ആ വ്യക്തി ഗവൺമെന്റിന് എന്തെങ്കിലും സർവീസ് ഗുഡ്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതിനെ എന്തെന്ന് പേര് പറയും, ട്രാൻസ്ഫർ പേയ്മെന്റ്. PM കിസാൻ സമ്മാൻ നിധി, PM കിസാൻ കേട്ടിട്ടുണ്ടോ? എന്താ, ഒരു വർഷം ഫാർമേഴ്സിന് ഗവൺമെന്റ് 6000 രൂപ കൊടുക്കുന്നുണ്ട്. ഇൻ റിട്ടേൺ ഫാർമേഴ്സ് ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും കൊടുക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളൊരു പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതിന് ഗുഡ്സോ സർവീസസോ റിട്ടേൺ കൊടുക്കുന്നില്ലെങ്കിൽ അത്തരം പേയ്മെന്റിന് വിളിക്കുന്ന പേരാണ് എന്ത്, ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇൻ റിട്ടേൺ ഗുഡ്സും ഇല്ല സർവീസും ഇല്ല, ഗുഡ്സോ സർവീസ് ഉണ്ടെങ്കിലല്ലേ അത് GDPയുടെ ഭാഗമാവുള്ളൂ. സോ ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് നെവർ പാർട്ട് ഓഫ് GDP കാൽക്കുലേഷൻ. ഓക്കെ ആണോ? പക്ഷെ ഇൻഡയറക്ട്ലി അതിനകത്തൊരു എന്താണ്, ഇപ്പം PM കിസാൻ സമ്മാൻ, അതിനകത്ത് ആ പൈസ ഉപയോഗിച്ചിട്ട് അവരൊരു അഗ്രികൾച്ചറൽ ഇത് ചെയ്യുമ്പോൾ അതൊരു പ്രോഡക്റ്റ് അല്ലേ, അങ്ങനെ വരത്തില്ല? ആ സമയത്ത് അവര് കൊടുക്കുന്ന കാശ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അവരൊരു കൺസെപ്ഷൻ ഉപയോഗിക്കാം, പലവിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. വീട്ടില് എന്താ പറയാ, ഒരു കല്യാണം നടക്കുക, അല്ലെങ്കിൽ അവർ വല്ല ഭക്ഷണ സാധനങ്ങൾ മേടിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ, ആ കയ്യിലെത്തിയ ആ പൈസ ഉപയോഗിച്ച് ആ ഫാർമറുടെ പർപ്പസിന്, സെൽഫ് പർപ്പസിനല്ലേ മേടിക്കുന്നത്. അല്ലാതെ ആ ഫാർമർ ഗവൺമെന്റിന് അത് വെച്ച് പർച്ചേസ് ചെയ്ത് തിരിച്ചൊന്നും കൊടുക്കുന്നതല്ലല്ലോ. എന്താണ് നമ്മളൊരു പേയ്മെന്റ്, കറക്റ്റ് അല്ലേ? ഒരു പേയ്മെന്റ് ഡ്യുവൽ ആവണമെങ്കിൽ എന്താ, ആരാണ് ആ കാശ് കൊടുക്കുന്നത് അയാൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ചെയ്യണ്ടേ, ശരിയല്ലേ? ഈ കേസിലാണെങ്കിൽ PM കിസാനിൽ ഫാർമറിന് കാശ് കിട്ടി, ആ കാശ് ഫാർമറുടെ സെൽഫ് ഇൻട്രസ്റ്റിനാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഗവൺമെന്റിന് ഇൻ റിട്ടേൺ അല്ല ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? ഗവൺമെന്റിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് എന്തിന്റെ ഭാഗമാവുള്ളൂ, GDPയുടെ ഭാഗമാവുള്ളൂ. ദാറ്റ് ഈസ് ടു വേ ട്രാൻസാക്ഷൻ. ടു വേ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റ് ഫാർമറിന് പൈസ കൊടുത്തു, ഫാർമർ തിരിച്ച് ഗവൺമെന്റിലേക്ക് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൊടുത്തു. ട്രാൻസ്ഫർ പേയ്മെന്റ് ആണെങ്കിൽ അത് എന്ത് ട്രാൻസാക്ഷനാ, വൺ വേ ട്രാൻസാക്ഷനാ. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പൈസ കിട്ടി തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് ഓക്കെയാണോ? വൺ വേ ട്രാൻസാക്ഷൻ, ടു വേ ട്രാൻസാക്ഷൻ. ഓക്കെ, നിർബന്ധമില്ലല്ലോ.
അവരത് സേവിങ്സ് ആയിട്ട് വെക്കണം എന്ന് എന്താ നിർബന്ധം? എനിക്ക് കാശ് തരുന്നില്ല എന്ന് പറയുന്നത് അതെന്റെ പ്രിയോറിറ്റി ആയിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് അതൊരു സേവിങ്സ് ആവണമെന്ന് നിർബന്ധമില്ല. സേവിങ്സ് ആവണമെങ്കിൽ അത് എന്തായിട്ട് മാറണം? ഞാൻ എടുക്കാതിരിക്കുന്നത് അവർ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാലല്ലേ അത് സേവിങ്സ് ആവണമെന്ന് നിർബന്ധമുള്ളൂ. ഇനി അതേപോലെ ഹൗസ് ഹോൾഡിന്റെ കാര്യത്തിൽ നമ്മുടെ വീട്ടിലെ അമ്മമാര് വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാ സേവിങ്സ് ആയിട്ട് മാറാം? സെർവന്റിന് പേയ്മെന്റ് കൊടുത്തു GDP-യുടെ ഭാഗം, അങ്ങനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ വെച്ചാൽ ഒരു കമ്പനി നമുക്കൊരു എന്താ പറയുക സാലറി തരുന്നതിന് പകരം തനിക്ക് സാലറി തരാതെ അത് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിയാവും? അത് അമ്മയ്ക്ക് കാശ് കൊടുക്കാത്തത് അമ്മ എന്ന് അവരെ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊണ്ടല്ലേ കൊടുക്കാതിരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. ശരിക്കും നമ്മളിപ്പോ ഒരാളെ ജോലിക്ക് വെക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സാലറി കൊടുക്കണം. സാലറി ഇപ്പൊ ഈ അമ്മ ചെയ്യുന്ന കാര്യം ഈ 2 വേ 1 വേയിലേക്ക് വന്നാലാണ് ഈ കൺസെപ്റ്റ് മനസ്സിലാവും. അമ്മ സർവീസ് നമുക്ക് തരുന്നുണ്ട് 1 വേ, തിരിച്ച് പുള്ളിക്ക് ഒരു പേയ്മെന്റ് കിട്ടുന്നില്ല. 2 വേ കംപ്ലീറ്റ് ആയോ? അങ്ങനെ ആലോചിക്കുക. അതാണ് ഏറ്റവും സിമ്പിൾ. 2 വേ കംപ്ലീറ്റ് ആയാലാണ് അത് GDP. സർവന്റിന് എടുത്തോ, സർവന്റ് സർവീസ് സെയിം തന്നു, അതിന്റെ 2 വേ ഞാൻ തിരിച്ച് പേയ്മെന്റ് കൊടുത്തു. ഞാനിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ സാലറി മേടിക്കുന്നു, ഓക്കെ അല്ലേ? വർക്ക് ചെയ്യണതിന് സാലറി മേടിച്ചു, ഞാൻ സർവീസ് തന്നു, എനിക്ക് തിരിച്ച് പൈസ തന്നു, 2 വേ കംപ്ലീറ്റ് അല്ലേ? GDP. ഞാൻ സർവീസ് നിങ്ങൾക്ക് തന്നു, സാലറി വാങ്ങിയില്ല, 1 വേ, നോട്ട് GDP. മനസ്സിലായോ? നമ്മൾ കൺസെപ്റ്റ് പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ എന്ത് എന്ന് പറയാം? ട്രാൻസ്ഫർ പേയ്മെന്റ് ഞാൻ മേടിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം അല്ലേ? ആ ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ടെക്നിക്കിന്റെ ഭാഗമല്ലേ? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താ? എന്റെ കയ്യിലുള്ള പൈസയല്ലേ ഞാൻ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിക്കുന്നത്, സേവിങ്സിന് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് GDP എക്സ്പെൻഡിച്ചർ ടെക്നിക്കിന്റെ ഭാഗമാവില്ലേ? ഓക്കെ ആണോ? ആ പറഞ്ഞത് ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ തനിക്ക് ഒരു 1000 രൂപ സ്കോളർഷിപ്പ് തന്നു, നമ്മൾ കയ്യിൽ വെറുതെ വെക്കില്ലല്ലോ. ഉടനടി എനിക്കൊരു 5000 രൂപ 10ാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയപ്പോ ഞാൻ ചെയ്ത ഓടിപ്പോയി ഒരു മൊബൈൽ മേടിക്കില്ല. അപ്പൊ ഞാൻ 5000 രൂപ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി. അപ്പൊ ആക്ച്വലി അത് എന്തിന്റെ ഭാഗമായി? GDP കാൽക്കുലേഷൻ എക്സ്പെൻഡിച്ചറിന്റെ. പക്ഷെ എനിക്ക് തന്ന ഗവൺമെന്റിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള GDP-യിൽ അത് ഭാഗമായിരിക്കും? ഇല്ല, കിട്ടിയില്ല. കറക്റ്റ് അല്ലേ പറയുന്ന പരിപാടി? ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ അത് GDP-യുടെ ഭാഗമാവുന്നുണ്ടെങ്കിൽ പൈസ തരുമ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണ്ടേ? മനസ്സിലായ? ഇത് ഒന്നല്ലെങ്കിൽ വേറെ ഏതിന്റെയും ഭാഗമാവും. പക്ഷെ പേയ്മെന്റ് ചെയ്ത ആളുടെ GDP-യുടെ ഭാഗമായിട്ട് അത് മാറില്ല. നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ എക്കണോമിയിൽ എല്ലാം കണക്റ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ലെവലിൽ അത് എന്തല്ല, ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അമ്മ തരുന്ന സർവീസ് എന്ന് പറയുന്നതാണ് നമ്മളെല്ലാരും ആ സർവീസസിന്റെ പ്രൊഡക്റ്റുകളാണ് അവസാനം. ഓൾ ആർ ബെനിഫിഷ്യറീസ് ഓഫ് ദാറ്റ്. പക്ഷെ പുള്ളിക്ക് ഇൻ റിട്ടേൺ എന്തില്ല? റെമ്യൂണറേഷൻ ഇല്ലാത്തടത്തോളം കാലം അവരെന്തായിരിക്കും? ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം എക്കണോമിയുടെ ഭാഗമല്ല. പക്ഷെ നമ്മളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പാർട്ട് ഓഫ് എക്കണോമി. ലോജിക്കലി എല്ലാം കണക്റ്റഡ് ആണ്. കാൽക്കുലേഷനിൽ അതിൽ കാര്യമില്ലല്ലോ. ഓക്കെ ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? എപ്പോഴും ഈ 1 വേ 2 വേ ചിന്തിക്കുക. ഓക്കെ അല്ല? 2 വേ ആയെങ്കിൽ മാത്രമാണ് അത് GDP-യുടെ ഭാഗം. 1 വേ ആണെങ്കിൽ അത് എന്തിന്റെ ഭാഗമാവില്ല? GDP-യുടെ ഭാഗമാവില്ല. ഓക്കെ അല്ല? ഈ 2 പാരാമീറ്ററും കൂടി പറഞ്ഞിട്ട് അടുത്ത സ്ലൈഡിൽ ബ്രേക്ക് തരാം. ഓക്കെ അല്ല? ഗുഡ്സ് മെയ്ഡ് ഫോർ സെൽഫ് യൂസ്. സെൽഫ് യൂസ് ഇപ്പൊ അഗ്രികൾച്ചർ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരു ഫാർമർ എന്താ മനോലെ ചോദിക്കാനുണ്ടോ? എന്താ ചോദിക്കുമോനെ? ശരി. ഇപ്പൊ നേരത്തെ നമ്മൾ എക്സാമ്പിൾ GDP കാൽക്കുലേഷനിൽ ഒരു ഫാർമർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത കാര്യം പറഞ്ഞു. ഓക്കെ ആണോ? ആ വീറ്റ് ബേക്കറിക്കാരന് വിറ്റ സമയത്താണ് ബേക്കറിക്കാരൻ ആ വീറ്റിനെ എന്തായിട്ട് മാറ്റുന്നത്? ബ്രെഡായിട്ട് മാറ്റുന്നത്. GDP-യുടെ ഭാഗമാവുന്നത്. കൺസിഡർ എ സിറ്റുവേഷൻ. ഒരു ഫാർമർ ഒരു വർഷം നോക്കിയേ 10 കിലോ വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 5 കിലോയാണ് അയാൾ എന്തിലേക്ക് കൊടുക്കുന്നത്? ബേക്കറിക്കാരന് വിൽക്കുന്നത്. ബാക്കി 5 കിലോ അയാള് വീട്ടിലുള്ള ആളുകൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ 5 കിലോയുടെ പ്രത്യേകത എന്താ? അത് ബേക്കറിയിലേക്ക് പോവും. ബേക്കറിയിലേക്ക് പോയിട്ട് അത് ബ്രെഡായിട്ട് മാറും. അത് എന്തിന്റെ ഭാഗമായി? GDP-യുടെ ഭാഗമായി. പക്ഷെ ഈ 5 കിലോയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും കണക്കിൽ വരുന്ന കാര്യമാണോ? പുള്ളി വീട്ടില് ആ ഗോതമ്പ് ഉപയോഗിച്ച് ചപ്പാത്തി അല്ലെങ്കിൽ റോട്ടി ഉണ്ടാക്കി പുള്ളി കഴിച്ചു. അപ്പൊ ഈ സെൽഫ് കൺസെപ്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എന്റെ വൈഫിനെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് അതിന് റെമ്യൂണറേഷൻ ഉണ്ടോ? ഇല്ല. ദാറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് GDP. എക്സാമ്പിൾ ക്ലിയർ ആണോ? ആ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരെ ഞാൻ എക്കണോമിയുടെ നിന്ന് പഠിക്കുമ്പോഴോ, പഠിപ്പിക്കുമ്പോഴോ
എനിക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. അതെന്തിന്റെ ഭാഗമാണ്? ജി ഡി പിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ സെൽഫ് കൺസെപ്ഷന് വേണ്ടി എന്ത് ഉപയോഗിച്ചാലും എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ജി ഡി പി. എക്സാമ്പിൾ ഓക്കെ ആണോ? എക്സാമ്പിൾ ഓക്കെ ആണോ? സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഗുഡ്സോ പ്രൊഡ്യൂസോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മളത് മാർക്കറ്റിൽ വിൽക്കുമ്പോഴല്ലേ. എന്താണ് ജി ഡി പിയുടെ ഏറ്റവും ആദ്യത്തെ ഡയലോഗ്? മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ വിറ്റാലല്ലേ മാർക്കറ്റ് പ്രൈസ് ഉള്ളൂ, വിൽക്കുന്നില്ലെങ്കിലോ? മാർക്കറ്റ് പ്രൈസിന്റെ ഭാഗമാണോ? ശരിയാണോ? പ്രശ്നമില്ലല്ലോ. ദി ഫൈനൽ വൺ, ഓൾഡ് ഗുഡ്സ് വിച്ച് ആർ റീസോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വിൽക്കുന്നത് ജി ഡി പിയുടെ ഭാഗമല്ല. എന്തായിരിക്കും? ലോജിക്കലി ഒന്ന് ചിന്തിക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്നത് ജി ഡി പിയുടെ ഭാഗമാണോ? അല്ല. ബിക്കോസ് ആ ഫ്രഷ് കാർ ഉണ്ടാക്കിയ സമയത്ത് അത് ഓൾറെഡി എന്തിന്റെ ഭാഗമായി? ജി ഡി പിയുടെ ഭാഗമായി. വീണ്ടും സെക്കൻഡ് ഹാൻഡ് വിൽക്കുമ്പോഴും നമ്മൾ ജി ഡി പിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ കൗണ്ടിങ്, രണ്ടാമത് വീണ്ടും കൗണ്ട് ചെയ്യല്ലേ നമ്മൾ അവിടെ ചെയ്യുന്നത്? കറക്റ്റ് അല്ലേ? ഒരു വീടുണ്ടാക്കി, ഫ്രഷ് വീടുണ്ടാക്കുന്ന സമയത്താണ് അത് ജി ഡി പിയുടെ ഭാഗം. അത് കൈമാറ്റം ചെയ്യുമ്പോൾ അത് ജി ഡി പിയുടെ ഭാഗമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ ആണോ? സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് നെവർ എവർ പാർട്ട് ഓഫ് ജി ഡി പി. ഓക്കെ അല്ല? അല്ലെങ്കിൽ നമുക്ക് ജി ഡി പി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരേ സാധനം തന്നെ വേറെ വേറെ ആളുകൾക്ക് വിൽക്കുന്നു ഡോക്യുമെന്റ് ഉണ്ടാക്കിയ പോരെ. സോ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എക്കണോമി. സർ റെന്റ് കൊടുക്കുന്നതാണെങ്കിലോ? എന്താ റെന്റ് കൊടുക്കും? ഇപ്പൊ ഒരു വീട് റെന്റ് എന്ന് പറയുന്നത് അടുത്ത പേജിൽ ഇപ്പൊ ആദ്യം വന്ന് കിടക്കണ്ടല്ലോ. റെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അല്ല. ഇറ്റ്സ് ഓൾവേസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഫാക്ടർ ഇൻകം. റെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ജി ഡി പിയുടെ ഭാഗമാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിനെയാണ് ജനറലി ജി ഡി പിയുടെ ഭാഗം അല്ല എന്ന് പറയുന്നത്. റെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് ഇന്റർവെല്ലിൽ എപ്പോഴും കിട്ടുന്ന ഒരു വരുമാനം അല്ലേ, തുടർച്ചയായിട്ട് കിട്ടുന്ന ഒരു വരുമാനം ആയതുകൊണ്ടാണ് റെന്റ് ഈസ് പാർട്ട് ഓഫ് ഫാക്ടർ ഇൻകം. ബ്രേക്ക് തരട്ടെ. ആരെ ചോദ്യം ചോദിക്കുമോനെ? ജി ഡി പിയുടെ ഭാഗം. അയാള് അടുത്ത വർഷത്തെ കാരണം പറഞ്ഞുതരാം. ഈ വർഷം ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ്, ഞാനത് വിറ്റില്ലെങ്കിൽ ഞാൻ അതിനെ വിളിക്കുന്ന പേര് ഇൻവെന്ററി. ഞാനത് വിൽക്കുമ്പോഴല്ലേ മാർക്കറ്റ് പ്രൈസ് വരുള്ളൂ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ഭാഗമായിട്ടായിരിക്കും അത് ഉണ്ടാവുക. അടുത്ത വർഷം അത് ഞാൻ വിൽക്കുമ്പോഴാണ് മാർക്കറ്റിലേക്ക് വരുന്നത്, മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പൊ അടുത്ത വർഷത്തെ ജി ഡി പിയുടെ ഭാഗം. സിമ്പിൾ അല്ല പരിപാടി. ഈ വർഷം ഞാൻ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്തു, ഒരു മാനുഫാക്ചർ ആണ്. 100 പീസ് ഷർട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. 80 എണ്ണേ വിറ്റുപോയുള്ളൂ. ബാക്കി 20 എണ്ണം എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് മൈ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. അടുത്ത വർഷം ഞാൻ 20 എണ്ണം കൂടി ചേർത്ത് വിൽക്കും. അടുത്ത വർഷത്തേലാണ് അപ്പൊ ആ 20 എണ്ണം എന്തിന്റെ ഭാഗമാവുക? ജി ഡി പിയുടെ ഭാഗം. ക്ലിയർ അല്ലേ? എപ്പോഴും മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലാണ് അതിന് നമുക്ക് എന്തിന്റെ ഭാഗമാക്കാൻ പറ്റുള്ളൂ? ജി ഡി പിയുടെ ഭാഗമാക്കാൻ പറ്റും.